ഓം നമോ നാരായണായ. മഹാവിഷ്ണുവിന് അനവധി അവതാരങ്ങൾ പറയുന്നുണ്ടെങ്കിലും ദശാവതാരമാണ് ഏറ്റവും പ്രധാനം. ദേവസംഹിതകൾ അപഹരിച്ച് സമുദ്രത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ഹയഗ്രീവനെ നിഗ്രഹിക്കാൻ മത്സ്യമായും, പാലാഴിമദനവേളയിൽ ആണ്ടുപോയ മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുവാൻ കൂർമ്മവായും, ഹിരണ്യാക്ഷനെ വധിച്ച് വരുണദേവനെ രക്ഷിക്കുവാൻ വരാഹമായും, ഹിരണ്യകശിപുവിനെ വധിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹമായും, മഹാബലിയുടെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനായി വാമനനായും, ദുഷ്ടരായ ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിക്കാൻ പരശുരാമനായും, രാവണാദി രാക്ഷസന്മാരെ നശിപ്പിക്കുവാൻ ശ്രീരാമനായും, മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാനെ സഹായിക്കാൻ ബലരാമനായും, കംസവധം, പൂതനാമോക്ഷം, ശകടാസുരവധം തുടങ്ങിയ നിരവധി ലക്ഷ്യവുമായി ശ്രീകൃഷ്ണനായും, അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും കലിയായും ഭഗവാൻ അവതരിച്ചു. ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ്. അഷ്ടാക്ഷരം, ദശാക്ഷരി, ദ്വാദശം, ഷോഡശാക്ഷരി, ത്രൈലോക്യമോഹന ഗോപാലം, സുദർശനം, അനന്തശയനം, സന്താനഗോപാലം, ധന്വന്തരി, നരസിംഹം, ശ്രീവിദ്യാഗോപാലം എന്നിങ്ങനെ മഹാവിഷ്ണുവിന് അസംഖ്യം രൂപകൽപ്പനകളുണ്ട്. ശിലാനിർമ്മിതവും നിൽക്കുന്ന രൂപത്തിലുള്ളതുമായ ചതുർബാഹു വിഗ്രഹങ്ങളാണ് പൊതുവെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത്. 4 കൈകളിൽ വലത് മുകളിലെ കൈയിൽ ചക്രവും താഴെ കൈയിൽ പത്മവും, ഇടതുവശത്തെ മുകളിലുള്ള കൈയിൽ ശംഖും താഴെയുള്ള കൈയിൽ ഗദയും ധരിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഈ വിഗ്രഹങ്ങൾ. കൂടാതെ ഇരിക്കുന്നതും ശയനരൂപത്തിലുള്ളതുമായ മഹാവിഷ്ണു പ്രതിഷ്ഠകളുണ്ട്. വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ വിഷ്ണു പ്രതിഷ്ഠയായി കരുതി പൂജിക്കാറുണ്ട്. ചതുർബാഹു വിഗ്രഹങ്ങളിൽ മേൽപ്പറഞ്ഞ പ്രകാരം ചക്രം, ശംഖ്, ഗദ, പത്മരൂപത്തിലുള്ള വിഗ്രഹങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഗുരുവായൂരിലും മറ്റും കാണപ്പെടുന്ന ഈ വിഗ്രഹം ബാലവിഷ്ണുവായും ശ്രീകൃഷ്ണ സങ്കല്പത്തിലും ആരാധിക്കപ്പെട്ടു വരുന്നു. ഇതോടൊപ്പം തന്നെ വിഷ്ണുഭാവത്തിന് ഗോപാലമൂർത്തി, സന്താനഗോപാലം, രാജഗോപാലം, ഗോവിന്ദം, മോഹനഗോപാലം, ധന്വന്തരി തുടങ്ങിയ അനേകം രൂപകൽപ്പനകളുണ്ട്. ഇവയിൽ ചിലതിൻ്റെ ഫലസിദ്ധി വളരെ പ്രസിദ്ധമാണ്. സന്താനലബ്ധിക്കായി ഗോപാലമൂർത്തിയെയും, ഐശ്വര്യത്തിനായി ലക്ഷ്മി വരാഹത്തെയും, രോഗശാന്തിക്കായി ധന്വന്തരിയെയും, പിതൃശാന്തിക്കായി പരശുരാമനെയും ജനാർദ്ദന സ്വാമിയെയും, ഭയമോചനത്തിന് ശത്രുദോഷ നിവാരണത്തിനും രോഗശാന്തിക്കും നരസിംഹത്തെയും ആരാധിക്കുന്നത് കേരളീയരുടെ ഒരു പതിവാണ്.